നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്. ആവശ്യ പഠന നിലവാരം 1997 പാഠ്യപദ്ധതി, 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, 2013 പാഠ്യപദ്ധതി പരിഷ്കരണം, അക്കാദമിക മേഖല, ഭൗതിക മേഖല, സാമൂഹിക മേഖല. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്. ഔപചാരിക വിദ്യാഭ്യാസ കാലത്ത് ഒരു പഠിതാവ് സ്കൂളിനകത്തും പുറത്തുമായി കടന്നു പോകേണ്ട അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി. ശരിയായ വിദ്യാഭ്യാസം പഠിതാക്കളുടെ ഏറ്റവും നല്ല കഴിവുകൾ പുറത്തു കൊണ്ടുവരലാണ്. ക്രമവിരുദ്ധവും അനാവശ്യവുമായ വിവരങ്ങൾ കുട്ടിയുടെ തലയിൽ കൂട്ടിയതുകൊണ്ട് അത് സാധ്യമാവുകയില്ല. അവരുടെ എല്ലാ വ്യക്തിത്വങ്ങളെയും ഞെക്കി ഞെരുക്കി അവരെ വെറും യന്ത്രങ്ങളാക്കുന്ന മഹാ അപരാധമാണത്. ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ്. കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണം. നാൾവഴികൾ. 1956 നവംബർ 1 കേരളം രൂപീകൃതമാകുന്നതിനു മുൻപ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ 3 പ്രദേശമായാണ് ഭരണം നടത്തിയിരുന്നത്. ഐക്യ കേരളം നിലവിൽ വന്ന ശേഷം EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ മേഖലയെ ഏകീകരിക്കുകയും 1959 കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടവും വികസിപ്പിക്കുകയും ചെയ്യുന്നത്. 1961 ദേശീയ തലത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കുകയും ത്രിഭാഷാ പദ്ധതി അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി കേരളത്തിൽ അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 1962 ലോവർ പ്രൈമറി, അതായത് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലേക്കുള്ള സിലബസ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി മുൻ പാഠ്യപദ്ധതികളുടെ പരിമിതികൾ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1962 പരിഷ്കരണം നടത്തിയത്. 1970 പരിഷ്കരണം നടന്നു. മനഃശാസ്ത്രജ്ഞൻ ആയ ബെഞ്ചമിൻ ബ്ലൂമിൻ്റെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള രീതിയാണ് അവലംബിച്ചത്. 1970-71 1 മുതൽ 4 ക്ലാസ്സുകളുടെയും 1971-72 5 മുതൽ 8 ക്ലാസ്സുകളിലെയും സിലബസ് പരിഷ്കരിച്ചു. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് 1973-74 പുതിയ സിലബസ് നിലവിൽ വന്നു. 1980-81 വീണ്ടും പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. സിലബസിൻ്റെ ആമുഖത്തിൽ പൊതുവിദ്യാഭ്യാസ ലക്ഷ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. 1986 ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് 1990-91 വർഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. 1993 പ്രൊഫസർ എസ് പാൽ കമ്മിറ്റി നിർദ്ദേശങ്ങളെ തുടർന്ന് 1994 MLL പദ്ധതി അഥവാ ആവശ്യ പഠന നിലവാര പദ്ധതി, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് നിലവിൽ വരുന്നത്. ആവശ്യ പഠന നിലവാരം, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് MLL 1994-96. ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട ആവശ്യശേഷികൾ നിശ്ചയിച്ച് ഉറപ്പുവരുത്തുന്നതാണ് MLL. സാർവത്രിക വിദ്യാലയ പ്രവേശം, യൂണിവേഴ്സൽ എൻറോൾമെൻറ്റ്, സർവരെയും നിലനിർത്തൽ, യൂണിവേഴ്സൽ റിറ്റൻഷൻ, സാർവത്രികമായ ഗുണനിലവാരം, യൂണിവേഴ്സൽ ക്വാളിറ്റി അച്ചീവ്മെൻറ്റ് എന്നിവയിലൂന്നിക്കൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെട്ടത്. ആവശ്യ പഠന നിലവാരം ഈക്വൽസ് പ്രാപ്തി പ്ലസ് പ്രാവീണ്യം പ്ലസ് എല്ലാവർക്കും ഗുണമേന്മ. MLL ഈസ് ഈക്വൽ ടു C+M+E, കോമ്പിറ്റൻസി പ്ലസ് മാസ്റ്ററി പ്ലസ് ഇക്വിറ്റി. പ്രാപ്തി അല്ലെങ്കിൽ കോമ്പിറ്റൻസി. നിയതമായ സാഹചര്യത്തിൽ ഒരു പ്രയത്നം വിജയകരമായി ചെയ്യുന്നതിനാവശ്യമായ കഴിവുകളും നൈപുണ്യങ്ങളും അറിവുകളും ഉപയോഗിക്കാനുള്ള സാമർഥ്യത്തെയാണ് പ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാവീണ്യം മാസ്റ്ററി. പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാപ്തികൾ ഉന്നത നിലവാരത്തിൽ ആർജിക്കുക എന്നതാണ് പ്രാവീണ്യം. ഗുണമേന്മ അല്ലെങ്കിൽ ഇക്വിറ്റി. ആർജിക്കേണ്ട ഒരു കൂട്ടം പ്രാപ്തികൾ പ്രാവീണ്യ നിലവാരത്തിൽ കൈവരിക്കുക എന്നതാണ് ഗുണമേന്മ.
1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ, 1993 പ്രൊഫസർ എസ്പാൾ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയിൽ ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട ആവശ്യ പഠന നിലവാരം നിശ്ചയിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ RH ധാവെ അധ്യക്ഷനായി കമ്മിറ്റി രൂപീകരിച്ച് 1 മുതൽ 5 ക്ലാസ്സുകളിലെ ആവശ്യ പഠന നിലവാരം നിശ്ചയിക്കുകയുണ്ടായി. 1997 പാഠ്യപദ്ധതി. 1997 ജൂൺ മുതൽ കേരളത്തിൽ പുതിയ പാഠ്യപദ്ധതി നിലവിൽ വന്നു. 1997 കേരള പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശയങ്ങൾ ഉത്ഗ്രന്ഥന രീതി, പ്രക്രിയാധിഷ്ഠിത സമീപനം, പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി, കുട്ടി അറിവിൻ്റെ നിർമ്മാതാവ്, സാമൂഹിക ഇടപെടൽ പഠനത്തെ സ്വാധീനിക്കുന്നു എന്ന ധാരണ, സമഗ്രവും നിരന്തരവുമായ മൂല്യനിർണ്ണയം. കേവലം വസ്തുതകളും വിവരങ്ങളും കുത്തിനിറയ്ക്കുന്നതിനു പകരം കുട്ടികളെ ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് പാഠ്യപദ്ധതി ഊന്നൽ നൽകിയത്. പാഠ്യപദ്ധതി രൂപീകരണത്തിൻ്റെ ഘട്ടങ്ങൾ. പാഠ്യപദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാട് രൂപീകരിച്ചു. കുട്ടി, അധ്യാപിക, രക്ഷിതാവ്, പഠനരീതി, തന്ത്രങ്ങൾ, പഠന സാമഗ്രി, മൂല്യനിർണ്ണയം. വിവിധ വിഷയ സമീപനങ്ങൾ രൂപപ്പെടുത്തി. ഉത്ഗ്രന്ഥനം, ഭാഷാ പഠനം, ഗണിത പഠനം, പരിസ്ഥിതി പഠനം, ഇംഗ്ലീഷ് പഠനം, കലാകായിക പ്രവൃത്തി പരിചയം. പാഠ്യപദ്ധതി ഉദ്ദേശങ്ങൾക്കും സ്പഷ്ടീകരണത്തിനും പകരം ഉള്ളടക്കം, പ്രക്രിയ, പഠനരീതി എന്നിവ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി പ്രസ്താവനകൾ രൂപീകരിച്ചു. പ്രൈമറി തലത്തിൽ സമസ്ത മേഖലയിലും ഗുണാത്മക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ 1997 പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് കഴിഞ്ഞതായി വിലയിരുത്തപ്പെടുന്നു. ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി DPEP 1994 മുതൽ 2001 വരെ. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത്. കേരളത്തിൽ തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലാണ് DPEP നടപ്പിലാക്കിയത്. 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്. 2005 ദേശീയ പാഠ്യപദ്ധതി രൂപരേഖയുടെ ചുവട് പിടിച്ച് തയ്യാറാക്കിയ കേരള പാഠ്യപദ്ധതിയാണ് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 മുന്നോട്ട് വച്ച സമീപനങ്ങൾ: ആശയാവതരണ രീതി, ഉത്ഗ്രന്ഥിത സമീപനം, ബഹുമുഖമായ ബുദ്ധിയുടെ വികാസം, അറിവിൻ്റെ നിർമ്മാണം. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 വിശകലനം ചെയ്യുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രശ്നങ്ങൾ. KCF 2007 8 പ്രശ്ന മേഖലകൾ. വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ, അധ്വാനശേഷി വികാസത്തിൻ്റെ അഭാവം, സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിൻ്റെ സ്വതന്ത്ര വികാസത്തെക്കുറിച്ചുമുള്ള ധാരണക്കുറവ്, കൃഷി ഒരു സംസ്കാരമായി കാണാത്ത അവസ്ഥ, ശാസ്ത്രീയമായ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിൻ്റെ അഭാവം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണന ഇല്ലായ്മ, ശാസ്ത്രീയമായ മാനേജ്മെൻറ്റിൻ്റെ അഭാവം, പരിസ്ഥിതി സൗഹൃദപരമായ വ്യവസ്ഥാവൽക്കരണത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും അഭാവം. ഈ പ്രശ്ന മേഖലകളെ പരിഗണിച്ച് പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിൽ കാതലായ മാറ്റം വരുത്തുകയും അധ്യാപക പരിശീലനത്തിൽ പ്രശ്ന മേഖലകളും ബഹുതല ബുദ്ധിയും ചർച്ച ചെയ്യുകയും ചെയ്തു. 2013 പാഠ്യപദ്ധതി പരിഷ്കരണം. 2013 പരിഷ്കരിച്ച പാഠ്യപദ്ധതിയിൽ ഉദ്ദേശങ്ങൾക്ക് പകരം പഠന നേട്ടങ്ങൾ, ലേണിംഗ് ഔട്ട്കംസ് എന്ന പേരിൽ കുട്ടി ആർജിക്കേണ്ട ശേഷികൾ ചിട്ടപ്പെടുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകങ്ങളും അനുബന്ധമായി ടീച്ചർ ടെസ്റ്റും വികസിപ്പിച്ചു. പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളുടെ പ്രതിഫലനങ്ങൾ: പഠനത്തിൽ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് ഊന്നൽ വന്നു. അന്വേഷണാത്മക പഠനരീതി പിന്തുടരുന്നതിന് അധ്യാപകർ തയ്യാറായി. പഠനം ക്ലാസ് മുറിക്കുള്ളിൽ മാത്രമല്ല നടക്കേണ്ടതെന്ന തിരിച്ചറിവ് പാഠ്യപദ്ധതി വിനിമയത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങി. അധ്യാപക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം വന്നു. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന ആശയം അംഗീകരിക്കുകയും നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തു. വിദ്യാലയ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും ഇടപെടലും വർദ്ധിച്ചു. ഗവേഷണാത്മക പഠനബോധന പ്രക്രിയയ്ക്ക് ഊന്നൽ ലഭിച്ചു.
പ്രാദേശിക അറിവുകളുടെയും വിഭവങ്ങളുടെയും ഉപയോഗം ഉറപ്പാക്കാൻ തുടങ്ങി. അക്കാദമിക മാസ്റ്റർ പ്ലാൻ, സമഗ്ര വിദ്യാലയ വികസന പദ്ധതി എന്നിവ തയ്യാറാക്കി പ്രവർത്തനം ആരംഭിച്ചു. പാഠ്യപദ്ധതി നവീകരണം കേരള വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ സമഗ്ര മാറ്റങ്ങൾ. 1997 മുതൽ കേരളത്തിൽ നടന്ന പാഠ്യപദ്ധതി നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ മുന്നേറ്റങ്ങളെ അക്കാദമിക മേഖല, ഭൗതിക മേഖല, സാമൂഹിക മേഖല എന്നിങ്ങനെ ക്രോഡീകരിച്ചിരിക്കുന്നു. അക്കാദമിക മേഖല ഓരോ വിഷയത്തിൻ്റെയും പഠന ലക്ഷ്യങ്ങളെ കൃത്യതയോടെ നിർവചിക്കുന്നതിന് പാഠ്യപദ്ധതി നവീകരണത്തിലൂടെ സാധിച്ചു. കുട്ടികളുടെ ചിന്ത, സർഗശേഷി, വിശകലനശേഷി എന്നിവ വളർത്തുന്നതിന് ഊന്നൽ നൽകി. ഓരോ വിഷയത്തിൻ്റെയും സാംസ്കാരികവും പ്രാദേശികവുമായ പശ്ചാത്തലത്തിന് പ്രാധാന്യം നൽകി. പഠന പ്രവർത്തനം നിർണ്ണയിക്കുന്നതിൽ കുട്ടിയുടെ പങ്കാളിത്തം ഉറപ്പാക്കി. എല്ലാവർക്കും തുല്യ പരിഗണന ഉറപ്പാക്കി. ഭിന്നശേഷിക്കാർക്ക് കൂടി ഉൾക്കൊള്ളാവുന്ന പ്രക്രിയകളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു. പഠന സാമഗ്രികൾ യഥേഷ്ടം ലഭ്യമാക്കി. ആസൂത്രണ വേളയിൽ കുട്ടിയുടെ മുന്നറിവ് പരിഗണിച്ചു. സ്വയം പഠനത്തിന് പ്രാമുഖ്യം നൽകുന്നു. സഹകരണാത്മകവും സഹവർത്തിതവുമായ പഠനത്തിന് മുൻതൂക്കം നൽകി. വൈവിധ്യപൂർണവും അർത്ഥപൂർണവുമായ പുനരനുഭവങ്ങൾ പഠന പ്രക്രിയയുടെ ഭാഗമായി നിഷ്കർഷിക്കുന്നു. സ്വതന്ത്ര ചിന്തയും പ്രതികരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാദേശിക വിഭവങ്ങളും വൈഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നു. വൈവിധ്യമാർന്ന പഠനതന്ത്രങ്ങൾ, പഠന സാമഗ്രികൾ നിഷ്കർഷിക്കുന്നു. അറിവിൻ്റെ നിർമ്മാണം ക്ലാസ് മുറിയിൽ ഉറപ്പാക്കുന്ന പഠന പ്രക്രിയ വിഭാവനം ചെയ്യുന്നു. പ്രവർത്തനാധിഷ്ഠിതവും ശിശു സൗഹാർദ്ദപരവുമായ പഠനം വിഭാവനം ചെയ്യുന്നു. മാനവികതയിലൂന്നിയ പഠന പ്രക്രിയയ്ക്ക് പ്രാധാന്യം. സംശോധനയ്ക്കും നവീകരണത്തിനും ഊന്നൽ. ടാലന്റ് ലാബുകൾ പാഠപുസ്തകത്തിൻ്റെ ഘടനയും ഉള്ളടക്കവും ശിശു സൗഹാർദ്ദമാക്കി. പാഠപുസ്തകം പഠന സാമഗ്രികൾ ഒന്നാണെന്നും പാഠപുസ്തകം കുട്ടികൾക്ക് വേണ്ടിയായിരിക്കണമെന്നും നിശ്ചയിച്ചു. ജൈവ പാഠങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. പാഠങ്ങളുടെ തുടർ പ്രവർത്തനാ സാധ്യത അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് വിഭാവനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു. ഓരോ പ്രവർത്തനവും പാഠ്യപദ്ധതി പ്രസ്താവനകൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായകമാണ്. പഠന പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന സവിശേഷതകൾ ഉൾക്കൊള്ളുന്നവയാണ്. പ്രവർത്തനങ്ങൾ ബഹുമുഖ ബുദ്ധിവികാസത്തിൽ അധിഷ്ഠിതവും ചാക്രിക സ്വഭാവമുള്ളതുമാണ്. സ്വയം, പരസ്പരം, അധ്യാപകൻ്റെ വിലയിരുത്തൽ. മൂല്യനിർണ്ണയം ഗുണാത്മക സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വിലയിരുത്തൽ നിരന്തരവും സമഗ്രവുമാണ്. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് പഠന പ്രവർത്തനത്തിൻ്റെ സവിശേഷത ഉണ്ടായിരിക്കണം. ടേം മൂല്യനിർണ്ണയത്തിന് അവസരമുണ്ട്. സ്കോളർഷിപ്പ് പരീക്ഷകൾ പാഠ്യപദ്ധതിക്ക് അനുയോജ്യമാണ്. ഭൗതിക മേഖല വിദ്യാലയത്തിലെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പാഠ്യപദ്ധതി സവിശേഷമായ പങ്കുവഹിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് സൗകര്യമൊരുക്കി. 140 നിയോജക മണ്ഡലങ്ങളിലും 5 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം. മറ്റു വിദ്യാലയങ്ങളിലേക്ക് 3 കോടി, 1 കോടി പദ്ധതി. നീന്തൽ കുളങ്ങൾ, സ്റ്റേഡിയങ്ങൾ, സോളാർ പാനൽ തുടങ്ങിയ നിരവധി ഭൗതിക സൗകര്യങ്ങൾ. അടച്ചുറപ്പും വായുപ്രവാഹവും ലൈറ്റുമുള്ള ക്ലാസ് മുറികൾ. ശുദ്ധജല വിതരണ സംവിധാനങ്ങൾ. ആകർഷകമായ ഇരിപ്പിട സൗകര്യങ്ങൾ. ക്ലാസ് ലൈബ്രറികൾ, വായനാ മൂലകൾ, സ്കൂൾ ലൈബ്രറി. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം, IT ലാബുകൾ. കെട്ടിടം തന്നെ പഠനോപകരണമാക്കൽ. ബാല ജൈവ വൈവിധ്യ പാർക്കുകൾ. കുട്ടികളുടെ എണ്ണത്തിന് തക്ക ശുചിമുറികൾ. പെൺകുട്ടികൾക്ക് പ്രത്യേകം ശുചിമുറികൾ. ഭിന്നശേഷിക്കാരെ പരിഗണിക്കുന്ന നിർമ്മാണ രീതി. ഓപ്പൺ എയർ ക്ലാസുകൾ. ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം. സ്റ്റാഫ് മുറി, പ്രഥമാധ്യാപകൻ്റെ മുറി, ഓഫീസ് മുറി. കളിസ്ഥലം, കലാകേന്ദ്രം. ടൈൽ പതിച്ച പൊടിരഹിത തറ. ജൈവവേലി. സാമൂഹിക മേഖല സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്, മദർ PTA, ക്ലാസ് PTA, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി, വിദ്യാലയ വികസന സമിതി, വിദ്യാലയ മാനേജ്മെൻറ്റ് കമ്മിറ്റി, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, പൂർവ്വ അധ്യാപക സംഘടന, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി, ജില്ലാ വിദ്യാഭ്യാസ സമിതി. ഇങ്ങനെ നിരവധി സംവിധാനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയത്തിൻ്റെ സാമൂഹിക ഇടപെടൽ സജീവമാക്കാൻ കഴിയുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.